ഹലോ നമസ്കാരം. അങ്ങനെ പൊന്മാൻ സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. ഒരു ചെറിയ റിവ്യൂ ആണ്. പൊന്ന് കൊണ്ടുവരുന്ന ഒരു മാൻ, അതാണ് പൊന്മാൻ. കൊല്ലത്താണ് പടം നടക്കുന്നത്. കൊല്ലക്കാരുടെ ഒരു സിനിമയാണ്. സ്ത്രീധനം ബേസ് ചെയ്തിട്ടാണ് ഈ പടത്തിൻ്റെ ഒരു ത്രെഡ് കിടക്കുന്നത്. വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമ GR ഇന്ദുഗോപൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. പടം ഒരു ചെറിയൊരു ത്രെഡാണ്. അതിനെ നല്ലൊരു രീതിയിൽ ബോറടിപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സംവിധായകന് പറ്റി. പിന്നെ ഒരു ചെറിയ രീതിയിൽ സീരിയസ് ആയിട്ടാണ് പടം പോകുന്നത്. വലിയ കോമഡി ഒന്നുമില്ല, എന്നാൽ വലിയ ത്രില്ലറും അല്ല, എന്നാൽ വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ ചെറിയ കോമഡിയൊക്കെ ആയിട്ട് എന്നാൽ ഒരു പടത്തിലൊരു മെസ്സേജൊക്കെ തന്നിട്ടാണ് പടം അവസാനിപ്പിക്കുന്നത്. മസ്റ്റായിട്ടും തിയേറ്റർ വാച്ച് എന്ന് പറയാൻ പറ്റുന്നൊരു സിനിമയൊന്നുമല്ല. നമുക്ക് സാധാരണ ഒരു സിനിമ, ഫീൽ ഗുഡ് മൂവി നമ്മൾ വീട്ടിലിരുന്ന് കാണുന്നത് പോലെ കാണാം. പിന്നെ വലിയൊരു മാസ് മസാല പടമൊന്നുമല്ല, സിമ്പിളൊരു പടമാണ്. പിന്നെ ആക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിൽ ജോസഫ് അറിയാലോ, തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു പൊന്മാൻ തന്നെയാണ് ബേസിൽ ജോസഫ് ഇപ്പോൾ. പിന്നെ അമ്പാൻ, നമ്മുടെ അമ്പാൻ അറിയാലോ, രോമാഞ്ചത്തിലെ അമ്പാൻ. പക്ഷേ അമ്പാനെ പ്രതീക്ഷിച്ച് ആരും പോരരുത്. പുള്ളിയുടെ ശരിക്കുള്ള പേര് സജിൻ ഗോപു എന്നാണ്. പക്ഷേ പുള്ളിയുടെ ഇതിലൊരു ക്യാരക്ടർ ഒരു ചെറിയൊരു വില്ലൻ ക്യാരക്ടറാണ്. ഒരു കാടൻ ലുക്കാണ് പുള്ളി കൊടുത്തത്. പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിജോമോളിനെ അറിയാലോ, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലിജോമോളിൻ്റെ ബ്രദറായിട്ട് അഭിനയിച്ചൊരു ആനന്ദ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ. പുള്ളി ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചൊരു ചെറിയ സിനിമകളിൽ ചെറിയ വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് പുള്ളിക്ക്. അങ്ങനെ മൊത്തത്തിൽ ആക്ടേഴ്സ് എല്ലാം നല്ല ഇതായിരുന്നു. പിന്നെ ബേസിലിൻ്റെ ക്ലൈമാക്സ് സീനോടനുബന്ധിച്ചൊരു ഡയലോഗൊക്കെ ഉണ്ട്. അത് വളരെ നന്നായിരുന്നു. ചെറിയൊരു മോട്ടിവേഷനൊക്കെ തരുന്ന രീതിയിലുള്ളൊരു ഇതാണ്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു വലിയൊരു സംഭവമല്ല, നല്ലൊരു ആവറേജ് മൂവി, നല്ലൊരു ഫീൽ ഗുഡ് മൂവി. തിയേറ്ററിൽ വാച്ച് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷേ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്.